വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ് ഗൈസ്. അങ്ങനെ റിയാക്ഷൻ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് 2 മാസത്തോളം അത് 2 മാസത്തിൽ മേലായെന്നാണ് തോന്നുന്നത്. എനിക്ക് ചെറിയൊരു മെഡിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരുന്നത്. അതെന്താണ് എന്നൊക്കെ ഞാൻ എൻ്റെ ബ്ലോഗ് ചാനലിൽ ബ്ലോഗായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ ബ്ലോഗ് ചാനലിൽ പോയി കാണാവുന്നതാണ്. ഡാംബോയ് ബ്ലോഗ്സ് അതിനകത്തുണ്ട്. അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ ബ്രേക്ക് എടുത്തത് കാര്യങ്ങളെല്ലാം അതിൽ കാണാൻ പറ്റും. എന്തായാലും 2 മാസമായില്ല വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. വീണ്ടും ബാക്ക് ടു ട്രാക്ക് ആവാം എന്ന് വിചാരിച്ച് യൂട്യൂബ് തുറന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ പച്ചേഷ് പ്രശ്ന വീട്ടിൽ പ്രശ്നേഷ് പച്ച വീട്ടിൽ അതെ, പ്രശ്നേഷ് അരി കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ വിഷയം എന്താണ് എന്നൊക്കെ നോക്കാം എന്ന് കരുതി. ഇതിന്റെ എല്ലാം തുടക്കം നമ്മുടെ പുള്ളിക്കാരൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ നിന്നാണ് തുടക്കം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് മുന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. 7 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള എന്തുവാടേ സ്വന്തം അനിയത്തെ പറ്റിയല്ലേ ഇനി പറയുന്നത്? ഓക്കെ, പണിക്ക് പോവാതെ ജോലിയും ചെയ്യാതിരിക്കുന്നു പറയുന്നു. ഓക്കെ, അപ്പുറത്തുള്ള ബോയ്സിനെ വിളിച്ചോണ്ടിരിക്കുന്നു. അതെന്തിനാ ഇവൻ ഇവിടെ പറയുന്നേ? ഫ്രണ്ട്സിനെയൊക്കെ ഫോൺ വിളിക്കുന്നവർ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുമല്ല, ഇപ്പം മൾട്ടിപ്പിൾ അഫയേഴ്സ് കാരണം സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കുകയാണെങ്കിൽ തന്നെ സ്വന്തം പെങ്ങളല്ലേ, ഇവൻ എന്തിനാണ് ആ പോയിന്റ് എടുത്ത് ഇവിടെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി സദാചാരവാദികളായിട്ടുള്ള മലയാളികൾ ഒരുപാടുള്ള നാടല്ലേ. അപ്പോൾ എന്തായാലും ഇവന്റെ വീഡിയോസൊക്കെ കണ്ടിട്ടും കേരളം മൊത്തം ഇവന് ഹേറ്റേഴ്സ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ പിന്നെ അതിൽ കുറച്ചെങ്കിലും സദാചാരവാദികൾ ഉണ്ടെങ്കിൽ അവർ ഇവനെ സപ്പോർട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചല്ലോ ആവും ഇവൻ അതൊക്കെ എടുത്ത് പറയുന്നത്. അവർ കണ്ടവരെല്ലാം ഫോൺ വിളിച്ചിരിക്കുകയാണെന്നൊക്കെ. എന്തുപോലെ സ്വന്തം പെങ്ങളല്ലേ, ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? നീയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഓക്കെ, ഇത് അവള് കണ്ടവരെല്ലാം ഫോൺ വിളിച്ചിരിക്കുകയാണെന്നൊക്കെ നാട്ടുകാരോടൊക്കെ പറയേണ്ട ആവശ്യം എന്താ? നിന്റെ കാലിൽ നിന്നിട്ടാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോ അമ്മയെ കണ്ടുകൂടാത്തവനായി, അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി, ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചതോടുകൂടി മാറിപ്പോയി. പണ്ട് എന്റെ അച്ഛനൊരു എക്സ്ട്രാ മാറ്റിൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ഈ കല്യാണം കഴിച്ചപ്പോൾ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അമ്മായിയമ്മ മരുമോൾ നത്തുൻ സംഭവങ്ങളൊക്കെ സാധാരണ ഒരു മലയാള കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രശ്നേഷ് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം എന്ന് അനിയത്തി ഉപദേശിച്ചപ്പോഴാണ് പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളാവാൻ തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അമ്മ എന്തൊക്കെ സംസാരിച്ചു, ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി. അങ്ങനെയാണ് അച്ഛൻ കാളാത്ത് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത്. പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എൻ്റെ ആരോഗ്യം നോക്കി നിന്നു. അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വെച്ച് കൂട്ടി. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പം വീട്ടിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്കിപ്പോൾ വീടുമില്ല, കൂടുമില്ല, സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചേഷ് സൈഡ് ഓഫ് ദി സ്റ്റോറി. ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞത് കേട്ടോ. ഇതിനുശേഷം ഒരുപാട് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നെ പോകാം. ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ഞാൻ യൂട്യൂബിൽ കുറേ തപ്പി നടന്നപ്പോഴാണ് സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോസിൽ പുള്ളിക്കാരൻ കുറേ സ്ക്രീൻഷോട്ടുകൾ വെച്ചേക്കുന്നുണ്ട്. ഈ പച്ചേഷിൻ്റെ നാട്ടുകാരനായിട്ടുള്ള ആരോ സീക്രട്ട് ഏജൻറ്റിന് അയച്ച മെസ്സേജുകളാണ്. നമുക്ക് ആ മെസ്സേജ് നോക്കാം. ഇനി നാട്ടുകാരുടെ വേർഷൻ ഓഫ് സ്റ്റോറി എന്താണ്? ഈ അമ്മയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നാട്ടിലെ ഗുണ്ടികളെ കൊണ്ട് ഇവനെ പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഗുണ്ടികളോ അല്ലെങ്കിൽ ഗുണ്ടികളല്ലാത്ത കാണികളിൽ ആരോ അയച്ച മെസ്സേജ് ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വായിച്ചു നോക്കാം. ആലപ്പുഴയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഈ പറയുന്ന കാര്യം എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന പേജ് നടത്തിക്കൊണ്ടിരിക്കുന്ന പുള്ളിക്കാരൻ എൻ്റെ വീടിനടുത്താണ് താമസിക്കാനായിട്ട് വന്നിരിക്കുന്നത്. പുള്ളിയുടെ വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലതായതുകൊണ്ട് പുള്ളിയോടൊരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയോട് ഞാനുമായി യാതൊരു പേഴ്സണൽ ബന്ധമില്ല, ഒന്നുമില്ല, ജസ്റ്റ് ഒരു നെയ്ബർ ആണ്. പച്ചേഷ് ആദ്യകാലങ്ങളിൽ പുള്ളിയുടെ വർക്കൊക്കെ നല്ലതായതുകൊണ്ടാണ് ഒരുപാട് ആളുകളിലേക്ക് എത്തിയത്. വളരെ പെട്ടെന്നാണ് ആളുകളിലേക്കൊക്കെ റീച്ചായൊക്കെ പോയത്. പുള്ളിയുടെ വർക്കൊക്കെ നല്ല ക്ലീനിങ് വർക്കൊക്കെ നല്ല സെറ്റപ്പ് പരിപാടികളായിരുന്നു. പിന്നീടാണ് ഇങ്ങനെ പ്രശ്നേഷ് ആയി മാറിയത്, രൂപാന്തരപ്പെട്ടത്. ഇതിപ്പോൾ എൻ്റെ നാട്ടിൽ നടന്ന ഒരു കാര്യമായതുകൊണ്ട് മാത്രമാണ് എനിക്കറിയാൻ സാധിച്ചത് തന്നെ. പുള്ളിക്കാരൻ ഇൻസ്റ്റാ പേജ് എടുക്കുമ്പോൾ നോക്കിയാൽ മതി. എപ്പോഴും അമ്മയും പെങ്ങളുമായിട്ടുള്ള സ്നേഹവും അമ്മയെ ഭയങ്കര കെയറിങ് കൊടുത്തുള്ള ആളായിട്ടാണ് എനിക്ക് പുള്ളിയോട് ബഹുമാനം തോന്നിയിട്ടുണ്ട്. അതെ, പുള്ളിയുടെ ഞാനെങ്കിൽ കുറേ വീഡിയോസ് ഇങ്ങനെ വെച്ചേക്കുന്ന കണ്ടു. ഒരുപാട് വീഡിയോസിൽ അമ്മ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, അനിയത്തിയെ പറ്റി അമ്മയോടുള്ള കെയറിങ് കാര്യങ്ങൾ, അമ്മയോടുള്ള സ്നേഹം, അല്ലെങ്കിൽ വീട്ടുകാരോടുള്ള സ്നേഹം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്ന ടൈപ്പ് വീഡിയോസാണ്
ഒരുപാട് വീഡിയോസ് ഇയാളുടെ പേജിൽ കിടപ്പുണ്ട്. അതിലുള്ള അമ്മയോടുള്ള സ്നേഹം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ പ്രശ്നേഷിൻ്റെ പ്രശ്നങ്ങളുടെ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ അമ്മയോട് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വളരെയധികം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് കാണിക്കുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അമ്മയോട് മാത്രമല്ല പെങ്ങളോടും ഉള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ഒരുപാട് വീഡിയോസ് പുള്ളിയുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. അവിടെ 2-3 പ്രാവശ്യമായിട്ട് ഇവർ തമ്മിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രശ്നം നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരിപ്പോൾ ഒറ്റയ്ക്ക് എടുത്തിരിക്കുന്ന വീടിൻ്റെ പൈസ അവരുടെ നേരത്തെ വിറ്റ വീട്ടിൽ നേരത്തെ അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന സ്ഥലം വിറ്റ പൈസയാണ്. 7 ലക്ഷത്തോളം രൂപയ്ക്കാണ് ഇവർ ഈ വീട് ഒറ്റയ്ക്ക് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഓണറിനെ മോശമാക്കിക്കൊണ്ട് ഈ പുള്ളിക്കാരൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രശ്നം പുള്ളിക്കാരൻ്റെ പെങ്ങളുടെ കല്യാണം കഴിക്കാനായി സ്വരുക്കൂട്ടി 25 പവനിൽ 5 പവൻ ആദ്യം വാങ്ങിച്ചിട്ടാണ് പുള്ളിക്കാരൻ കാർ വാങ്ങിയത്. ഇപ്പോൾ പുള്ളിക്കാരൻ ബാലൻസ് ഉള്ള 20 പവനും കൂടെ വേണം എന്ന രീതിയിലാണ് കഴിഞ്ഞ 3-4 പ്രാവശ്യമായി ഭയങ്കര രീതിയിലുള്ള, അതായത് ഫിസിക്കലായിട്ടുള്ള പ്രശ്നം തന്നെ അവിടെ നടന്നിട്ടുണ്ട്. പുള്ളിയുടെ പെങ്ങളെ പുള്ളിക്കാരൻ ഇതെന്ത് എഴുതിയിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. അതായത് ശ്വാസം കിട്ടാതെ അവരെ വിളിച്ചു. അങ്ങനെ അപ്പുറത്തുള്ള വീട്ടുകാർ വന്നിട്ടാണ് പുള്ളിക്കാരൻ വിട്ടത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ പെങ്ങളുടെ കഴുത്തിന് കയറി പിടിച്ചിട്ട് ശ്വാസം കിട്ടാതെ അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ആയി. അപ്പോൾ അവർ വിളിച്ചു പോയിട്ടാണ് നാട്ടുകാരൊക്കെ വന്ന് ഇടപെട്ടു എന്നായിരിക്കും ഉദ്ദേശിച്ചത്. പകുതി എന്ത് ഇത് മലയാളം എഴുതാൻ അറിഞ്ഞൂടെ? ഇങ്ങനെയുള്ള ഒരാൾ ഈ പ്രവൃത്തി ചെയ്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ബ്രോയെ അറിയിച്ചത്. എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ അതിൽ ഇടപെടേണ്ട എങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ പുള്ളിയുടെ വീഡിയോസൊക്കെ ബ്രോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു ആഴം. അതെ, അതായത് സ്വന്തം അമ്മയും പെങ്ങളെയൊക്കെ ഇത്രത്തോളം സ്നേഹിക്കുന്ന, ഇത്രയധികം ഇമോഷണൽ ബോണ്ടുള്ള കണക്ഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുള്ള ഒരു ചാനലിൻ്റെ ഉടമയാണ് ഈ പച്ചേഷ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ എത്രത്തോളം സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന എന്താണ്, റിയൽ ലൈഫിൽ കാണിക്കുന്ന എന്താണ് എന്നൊക്കെ വളരെ ആ ഒരു ഡിഫറൻസ് അതാണ് ഈ നമ്മുടെ സീക്രട്ട് ഏജൻറ്റിന് മെസ്സേജ് അയച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ആളുകൾ അറിയണമല്ലോ ഈ റിയലിൽ കാണിക്കുന്ന പോലെ അല്ല പുള്ളിക്കാരൻ റിയൽ ലൈഫിൽ എന്ന് ആളുകൾ അറിയണമല്ലോ. പുള്ളിക്കാരൻ്റെ പെങ്ങളെ പിടിച്ചപ്പോൾ അത് വിടിയിക്കാൻ വന്ന ആൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് നിങ്ങൾ ആരെ വേണമെങ്കിലും ഉണ്ടാക്കാൻ ചോദിച്ച് ഭയങ്കര പ്രശ്നമാണ്. ഇവൻ ഇങ്ങനത്തെ ഒരാളായതുകൊണ്ട് ആർക്കും അപ്രോച്ച് ചെയ്യാനും മടിയാണ്. പുള്ളിക്കാരൻ്റെ വീഡിയോസിൽ തന്നെ പറയുന്നുണ്ട് ഇവൻ്റെ കുട്ടിക്കാലത്ത് ഇവൻ്റെ അമ്മ എന്തോരം യാതനകൾ സഹിച്ചിട്ടുണ്ട് എന്ന്. പുള്ളിക്കാരൻ്റെ അച്ഛൻ മദ്യപാനിയായിരുന്നു, അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു. ഇവൻ ചെയ്യുന്നതും ഇത് തന്നെയല്ലേ? യെസ്, അതെ, അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് ഫിസിക്കലി അബ്യൂസ് ചെയ്യുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം ഇവനും ചെയ്യുന്നത് അതൊക്കെ തന്നെയല്ലേ? വീട്ടിൽ പോയി വെള്ളം ഉണ്ടാക്കുക, കാര്യങ്ങൾ ചെയ്യുക, പിന്നെ സോഷ്യൽ മീഡിയ വഴി വീഡിയോസ് ആക്കി ഇട്ട് നാട്ടുകാരെ എല്ലാം അറിയിക്കുക, വീട്ടിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളിൽ നാട്ടുകാരെ അറിയിക്കുക. അപ്പോൾ ഇവൻ ചെയ്യുന്നതും അച്ഛൻ പണ്ട് വെള്ളമടി ചെയ്തതും തമ്മിൽ എന്താ ഇപ്പോൾ ഡിഫറൻസ് ഉള്ളത്? ബ്രോ ജസ്റ്റ് പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് കയറി ഇവൻ്റെ വർക്ക് റിലേറ്റഡ് അല്ലാത്ത വീഡിയോസ് കണ്ടാൽ മതി. അപ്പോൾ മനസ്സിലാവും ഞാൻ എന്താണ് ഇങ്ങനെ മെസ്സേജ് അയക്കാനുള്ള സാഹചര്യം വന്നു. അതെ, അത് തന്നെയാണ് ഞാൻ അതിൻ്റെ പറയുന്നത്. ഇവൻ്റെ അക്കൗണ്ടിൽ അമ്മയോടുള്ള സ്നേഹം, അമ്മ അനുഭവിച്ച യാതനകൾ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇവൻ തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ ആർക്കായാലും ഒരു ഞെട്ടൽ തന്നെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ മൊത്തം ആളുകൾ ഫോർച്യൂണർ ബുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. അതിപ്പോൾ നമുക്കറിയാം. ഇതിപ്പോൾ നമ്മൾ കുറേ ആയി ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീട്ടിൽ നടക്കുന്ന ഇടി വഴക്ക് കാര്യങ്ങൾ, അവർ പിരിയുന്നു, അടി ഉണ്ടാക്കുന്നു, രണ്ടുപേരും 2 തരത്തിൽ വീഡിയോസ് ഇടുന്നു. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 10 വരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി വീഡിയോസ് ഇടുന്നു. അതിനുശേഷം അവർ പുതിയ കാർ വാങ്ങുന്നു, വീട് വാങ്ങുന്നു, അവസാനം അവർ ഒന്നിക്കുന്നു സുഹൃത്തുക്കളെ. ഇതിപ്പം പല വട്ടമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് വന്ന് വ്യൂവേഴ്സിനെല്ലാം ഇപ്പോൾ ഇത് കണ്ടപ്പോഴും അത് തന്നെയാണ് തോന്നുന്നത്. ഡ്രാമ ഉണ്ടാക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയാണ് എന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ കമൻറ്റ് സെക്ഷനിൽ എഴുതുന്നത്. ഈ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന ഒരു വ്ളോഗ് ചാനലായിട്ട് ഞാൻ അധികം വീഡിയോസൊന്നും കണ്ടിട്ടില്ല. വ്ളോഗ് ചാനലാണെന്ന്, ഫാമിലി വ്ളോഗ് അല്ല ഇവർ ചെയ്യുന്നത്. റീസെൻറ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പണ്ടുണ്ടായിരുന്ന അത്ര റീച്ച് കാര്യങ്ങളൊന്നും ഇല്ല. മേ ബി ഇടയ്ക്ക് മറ്റേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പ്രശ്നേഷൻ എന്ന രീതിയിൽ കുറേ റീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വന്നു. പിന്നെ വീണ്ടും അത് പോയി വ്യൂസൊക്കെ ഇടിഞ്ഞു വന്നപ്പോൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി കയറി വരികയാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട വീഡിയോസിനൊക്കെ ലക്ഷങ്ങൾ വ്യൂസ് കയറി വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണെന്നാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും നല്ല രീതിയിൽ ഫോർച്യൂണർ ജോക്കുകൾ കമൻസിൽ അടിച്ചു വിടുന്നുണ്ട്. ഇത് ഇപ്പോൾ നോർമലി ഒരു വീട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അമ്മ വരുമ്പോൾ ഇപ്പോൾ വ്യൂവേഴ്സ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, രാത്രി വൈകിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഫാമിലി സീരിയലുകളൊക്കെ കാണുമല്ലോ, അവിടെ നടക്കുന്ന സെയിം സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ യൂട്യൂബിലും നടക്കുന്നത്. അമ്മ മരുമോൾ പോര്, നാത്തൂൻ പോര്, ഇടി ബഹളം, അതാണിപ്പോൾ യൂട്യൂബിലും നടക്കുന്നത്. അപ്പോൾ നിങ്ങളും സായാഹ്ന സമയങ്ങളിലെ സീരിയൽ കാണുന്ന പോലെ ഇതും കണ്ട് എൻ്റർടൈൻ ആവുക, അല്ലാതെ ആരുടെയും സൈഡ് പിടിച്ച് കമൻസിൽ പിടി വഴക്കൊന്നും ഉണ്ടാക്കി നടക്കാതിരിക്കുക. എനിക്ക് തോന്നുന്നില്ല ഗ്രീൻ ഹൗസിൻ്റെ കാര്യത്തിൽ അത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഒരു സൈഡ് പിടിക്കാനേ സാധ്യതയുള്ളൂ. കാരണം പ്രശ്നേഷിന് ആരാധകർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുൾ ഹേറ്റേഴ്സ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ എല്ലാവരും വൺ സൈഡായിട്ട് കമൻസിൽ അണിനിരക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ കണ്ടതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ ഒരു സൈഡും പിടിക്കാതെ
അവിടെ ആരെൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലെന്ന് പറഞ്ഞ പോലെ കമൻസിൽ ജോക്സൊക്കെ അടിച്ച് ഒത്തുകൂടുന്നതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വൈകുന്നേരങ്ങളിൽ TV സീരിയൽ പോലെ ഇതും കണ്ട് എൻ്റർടൈൻ ചെയ്ത് വീട്ടിൽ കുത്തിയിരിക്കുക. അത്രയും എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ഇതിൻ്റെ ഒരു കുറേ വീഡിയോസ് ഇതിനെപ്പറ്റി ചെയ്യാനുണ്ട്, റിയാക്ട് ചെയ്യാനുണ്ട്. ഇന്നത്തേക്ക് ഇത്ര മതി. ബാക്കി നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ശരി എന്നാൽ.